വെൽക്കം ബാക്ക്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഒരു ക്രൂയിസ് ഷിപ്പിൽ യാത്ര ചെയ്യുന്നുള്ളൂ. ആക്ച്വലി കേരള സർക്കാരിൻ്റെ ട്രാവൽ ആൻഡ് ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ നമുക്ക് നെഫർട്ടിറ്റി എന്നുള്ള ഷിപ്പിൽ ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. ഈ കാണുന്നത് ഗോശ്രീ പാലം കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് ബോൾഗാട്ടി ജെട്ടി. കേരള സർക്കാരിൻ്റെ ട്രാവൽ ആൻഡ് ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ഈ ഷിപ്പിൽ ദിവസേന 2 സർവീസാണ് നടത്തുന്നത്. ഒന്ന് രാവിലെയും ഒന്ന് ഉച്ച തിരിഞ്ഞും. നമുക്ക് നമ്മുടെ പേഴ്സണൽ വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. അങ്ങനെ ഈ 2025 സെപ്റ്റംബർ മാസത്തിൽ വീണ്ടും സീസൺ വന്നിരിക്കുകയാണ്. ഇത്തവണ സീസണിലെ ടിക്കറ്റ് 2700 രൂപയാണ്. ഒന്നുമില്ല, കറക്റ്റ് ടൈമാണ്. ഇതായിട്ട് നമ്മുടെ എൻട്രി. അങ്ങനെ ഈ ക്രൂസ് ഷിപ്പിലേക്കുള്ള എൻട്രിയും ചെക്കിങ്ങും ബോർഡിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് നേരെ വന്ന് കയറുന്ന എൻട്രൻസിൽ നെഫർട്ടിറ്റി എന്നുള്ള ഈ ഒരു പ്രതിമയായിട്ടാണ് കാണുന്നത്. ഈജിപ്തിലെ ഒരു ധീരയായിട്ടുള്ള രാജകുമാരിയായിട്ടാണ് നെഫർട്ടിറ്റി. എന്തുകൊണ്ട് അവരുടെ പേരിൽ കേരളത്തിലൊരു ഷിപ്പ് ഓടുന്നതെന്ന് എനിക്കിപ്പോഴും അറിയാൻ പാടില്ല. എന്നിരുന്നാലും ഒരു കാര്യം ശരിയാ, നമ്മുടെ വെള്ളത്തിലോടുന്ന എല്ലാ ഷിപ്പുകളുടെയും ബോട്ടുകളുടെയും പേര് ഒരു വനിതകളുടെ പേരായിരിക്കും. അതുപോലെ ഒരുവിധ എല്ലാ പുഴകളും ആറുകളും നദികളും അരുവികളും എല്ലാം ഒരു വനിതയുടെ പേരായിരിക്കും. അങ്ങനെ മെയിൻ എൻട്രൻസിലുള്ള ചെറിയ ചെറിയ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അകത്ത് കയറിയപ്പോൾ നമുക്ക് വെൽക്കം ഡ്രിങ്ക് വന്നിട്ടോ. ഓൾമോസ്റ്റ് ഇവിടെ വരാനുള്ളവരെല്ലാവരും എത്തിക്കഴിഞ്ഞായിരുന്നു. ചെറിയ രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ തുടങ്ങിയായിരുന്നു. 200 പേർക്ക് നികച്ചിരിക്കാവുന്ന ഷിപ്പിൻ്റെ ഒത്ത നടുക്ക് തന്നെ ഒരു വലിയൊരു ഹോളാണ് ഇവിടെ പണി തീർത്തിരിക്കുന്നത്. ഇതുകൂടാതെ ഈ വെസലിൽ കുട്ടികൾക്കായിട്ടുള്ള ചെറിയൊരു പ്ലേ സ്റ്റേഷനും അതുപോലെ ഒരു ചെറിയ മിനി തിയേറ്ററും ഉണ്ട്. പക്ഷെ നമ്മളിതൊന്നും കാണാനല്ലല്ലോ നമ്മൾ വന്നേക്കുന്നത്. നമ്മൾ കടലിലെ യാത്ര ആസ്വദിക്കാനാണ്. അതുകൊണ്ട് നമ്മൾ അപ്പർ ഡെക്കിലേക്ക് യാത്ര ആരംഭിച്ചു. ഈ ഒരു വെസലിൽ ധാരാളം സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ഈ കാണുന്ന ഒരു ബോട്ട്. ഇത് 2 എണ്ണം ഉണ്ട്. ആക്ച്വലി ഈ വെസലിന് എന്തെങ്കിലും ഒരു ഡാമേജ് പറ്റിയത് മുങ്ങിപ്പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈ മിനി ബോട്ടുകൾ ഉപയോഗിച്ച് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറുമായി അതിർത്തി പങ്കിടുന്നു. 244 കിലോമീറ്ററാണ് പെരിയാറിന്റെ നീളം. ഇനി നമ്മൾ തെക്കോട്ട് പോയാൽ കൈതപ്പുഴ കായല് വൈക്കം കായലുമായി അതിൽ പങ്കിടുന്നു. ഇനി നമ്മൾ പോകാൻ പോകുന്ന അറബിക്കടലിലേക്ക്, പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയാൽ അറബിക്കടലിന് ഞങ്ങളെടുത്തത് ഉച്ചയ്ക്ക് ശേഷമുള്ള, അതായത് 4 മണിക്ക് പുറപ്പെട്ടത് പാക്കേജ് ആട്ടോ. ഏകദേശം 4 മണി മുതൽ 10 മണി വരെയാണ് ഇതിൻ്റെ യാത്രാ സമയം. അപ്പർ ഡെക്കിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെയും കുറിച്ചും അന്നത്തെ ഷോ ഹോസ്റ്റായ അഗസ്റ്റിൻ ചേട്ടൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. ബോട്ടിന് ഇവിടെ വന്നിറങ്ങി അദ്ദേഹം 5 വർഷം യൂസ് ചെയ്തിരുന്ന ഒരു ബോട്ട് തന്നെ. ഈ പിന്നെ അതുപോലെ നമ്മുടെ പിന്നെ നിർമ്മിച്ച ഫസ്റ്റ് ലെഫ്റ്റിൽ കാണുന്ന ആദ്യത്തെ ക്രെയിൻ എന്ന് പറയുന്നത് ഈ ഒരു വെസലിൻ്റെ എൻജിൻ സൈഡ് വരുന്നത് ഏറ്റവും ബാക്കിലായിട്ടുള്ള ഈ ഒരു പൊസിഷനിലാണ്. നമ്മുടെ കൊച്ചിൻ നാവികസേനയുടെ അംഗമായിട്ടുള്ള INS വിക്രം തുടങ്ങി ഒട്ടനവധി മറ്റ് പല കപ്പലുകളും കരയിലും ആകാശത്തിലും കാണാൻ പറ്റുന്ന മറ്റൊട്ടനവധി കാര്യങ്ങളും കടലിൽ കാണാനിടയുണ്ടായി. ഏകദേശം 20 നോട്ടിക്കൽ മൈൽ ദൂരത്തിലേക്ക് നമ്മളെ ഈ ഒരു യാത്ര കൊണ്ടുപോകും. പലരും വിചാരിക്കും ആലപ്പുഴയിൽ പോയി ഒരു ഹൗസ് ബോട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫീൽ കിട്ടില്ലെന്ന്. കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇത് അത്രയും ഉൾക്കടലിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അതായത് ഇതാ കാണുന്നതൊക്കെ ഫോർട്ട് കൊച്ചിയുടെ പരിസരമൊക്കെ ഞാൻ അപ്പുറത്തെ ആ സൈഡിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇവിടെ നിന്ന് ഇപ്പുറം നിന്ന് കാണുന്നു. എന്തെങ്കിലും ഒരു മീൻ വള്ളത്തിൽ കയറി പോകണം, കുറച്ച് അവരുടെ അനുഭവങ്ങൾ പഠിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. പക്ഷെ എൻ്റെ ആഗ്രഹം അപ്രതീക്ഷിതമായിട്ട് ഇതിലൂടെ സംഭവിച്ചു. അങ്ങനെ പയ്യെ കപ്പൽ കടലിൻ്റെ ഉൾത്തട്ടങ്ങളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. സീ സിക്നസ്സിന് എല്ലാ ചാൻസും ഉണ്ട്. പക്ഷേ നിങ്ങൾ അത്ര വലിയ ടെൻഷൻ ആവണ്ട. ആവശ്യക്കാർ ഒരു ചെറിയ ടാബ്ലറ്റ് കഴിച്ചിട്ട് കടലിൻ്റെ സ്വഭാവം മാറി തുടങ്ങിയിട്ടാണ്. കടലിൽ ഓളം വെട്ടണതും വ്യത്യാസം വന്നു തുടങ്ങി. കപ്പൽ ചെറുതായിട്ട് ആടി വലിയാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയ ആഡംബര കപ്പലായതുകൊണ്ട് നമ്മളതൊന്നും ഫീൽ ചെയ്യത്തില്ല. നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഒരു എല്ലാ സേഫ്റ്റി മെഷേഴ്സും ഈ കപ്പലിലുണ്ട്. ഈ കാണുന്നതാണ് ഫോർട്ട് കൊച്ചി മെട്രോ ജെട്ടി.
അങ്ങനെ ഇന്നത്തെ സൺസെറ്റ് വരാൻ പോകും. കാത്തിരുന്ന നിമിഷം. പക്ഷെ ക്യാപ്റ്റൻ ചെറിയൊരു ടീ ബ്രേക്കിന് വിളിച്ചു. നമുക്കറിയണമല്ലോ 2700 രൂപയുടെ സ്നാക്സ് എന്താ ടീ എന്താണുള്ളത്. അങ്ങനെ ഞാൻ വീണ്ടും താഴത്തെ നിലയിലേക്ക് എത്തി. ഈ മീൻ പിടിക്കാൻ പോണവരൊക്കെ സമ്മതിക്കണം അല്ലേ. ആ ചേട്ടനെ കണ്ട ഒറ്റയ്ക്ക് ആ വള്ളത്തിൽ. സ്നാക്കിന് മുമ്പ് ഇവരുടെ വാഷ്റൂം ഒന്ന് ചെക്ക് ചെയ്തിട്ടാണ്. അത്യാവശ്യം നീറ്റാണ്, അത്യാവശ്യമല്ല നല്ല നീറ്റാണ്. ഇനിയാണ് നമ്മൾ ബോയ്സ് കണ്ടിരിക്കേണ്ട സ്ഥലം. അതെ, കേരളത്തിൽ ഏത് 1-ാം തീയതി ആണെങ്കിലും ഏത് ഹർത്താലിനാണെങ്കിലും ഏത് അവധി ദിവസമാണെങ്കിലും മദ്യം കിട്ടുന്ന ഒരേ ഒരു സ്ഥലം, അതും കേരള സർക്കാർ വിൽക്കുന്ന കേരള സർക്കാരിൻ്റെ ടൂറിസം വകുപ്പിൻ്റെ കീഴിലുള്ള നെഫറ്റിറ്റിയിലെ ബാർ കൗണ്ടർ. എന്താ വ്യൂ അല്ലേ, നോക്കി ഏതാ മൂഡ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം. ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ സ്വന്തം സ്ഥാപനം. ഒരു ബെക്കാടി 60ക്ക് 400 രൂപയാണ് അവിടെ പറഞ്ഞു കേട്ടത്. എന്താല്ലേ ആഡംബരത്തിന് പൈസ. ജോക്സെപ്പാട്ട് അത്യാവശ്യം നല്ല സർവീസാട്ടോ ഇവരുടെ എല്ലാം. അത്യാവശ്യം നല്ല നീറ്റ് സർവീസാണ്. അങ്ങനെ സൺസെറ്റിൻ്റെ ടൈമായിട്ടാ എല്ലാവരും മുകളിലത്തെ അപ്പർ ഡെക്കിലേക്ക് വീണ്ടും എത്തി. ചെറിയ രീതിയിൽ പാട്ടൊക്കെ വെച്ച് ചെറിയൊരു വൈബ് പിടിച്ച് എല്ലാവരും ഒന്നും ഉണർന്ന് പരിചയപ്പെട്ട് കമ്പനിയായി വരണം കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു യാത്രാനുഭവം, ഒരിക്കലും മറക്കാത്തൊരു ദിവസവും ആയി കഴിഞ്ഞു ഇന്നത്തെ ദിവസം. പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഒന്നിച്ച് ഒരുമിച്ച് ചേക്കേറി ഈ നെഫറ്റിറ്റിയിലെത്തി ഈ ഉൾക്കടലിൽ നടുക്കടലിൽ നിന്ന് ഈ ഒരു സൺസെറ്റ് ആസ്വദിക്കാൻ ഒരു പ്രത്യേക വൈബാണ്. ശ്രദ്ധിച്ച ഇപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വന്ന കണ്ണട വെച്ചിരുന്നില്ലേ, പുള്ളിയാട്ടെ ഈ കപ്പലിൻ്റെ ക്യാപ്റ്റൻ. നിഴലറിയാതെ നിറമണിയും ഒരു പിടി കനവിലായി നിൻമുഖം, മനമറിയാതെ നിലവുകളിൽ ഇരവിലെ കുളിരുപോൽ നീ വരും. ഇനിയൊരു ജന്മമെൻ മനസ്സിലായി ചേരുമോ, ചിരിമഴയുമായി പുലരുളിയുമായി വീണ്ടും നീയോ നിറയുമീറൻ കണം, നീയോ കാർമുകിലുമൂടും തിങ്കളോ, നീയോ പുതുമഴ തരും ഈ സുഖം പോരോ തിരിതാഴുമൊരേ നേരം. നല്ലൊരു കിടിലൻ സൺസെറ്റ് ആയിരുന്നു കേട്ടോ. എൻ്റെ ലൈഫിൽ ഇത്രയും ഭംഗിയുള്ള സൺസെറ്റ് ഞാൻ ആസ്വദിച്ചിട്ടുള്ള, അതും കടലിനെ ഒത്തു നടക്ക്. അതിനുശേഷം അത്യാവശ്യം ചെറിയ ചെറിയ കലാപരിപാടികളും പാട്ടും ഡാൻസും ഒക്കെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ടോ. ഞാനങ്ങ് സിങ്കായി വരണുള്ളൂ കേട്ടോ. പക്ഷേ ഇവർ രണ്ടുപേരും ഓൾറെഡി സിങ്കാണ്. ഞാനിപ്പോഴും എൻ്റെ കണ്ണിൽ കണ്ട ആ ഒരു സൺസെറ്റിൻ്റെ ആ ഒരു മാസ്മരിക ലോകത്ത് തന്നെ നിൽക്കുക. പക്ഷെ നമുക്ക് അധികം നേരം ബലം പിടിച്ച് നിൽക്കാൻ പറ്റില്ലെന്നേ. നമ്മളൊരു സോഷ്യൽ ജീവിയാണല്ലോ. പയ്യെ ഞാൻ ആ ഒരു മൂഡിലേക്ക് ഇറങ്ങി. വീഡിയോ ഒക്കെ ഇനി പിന്നെടുക്കാമെന്ന് വിചാരിച്ച്. ഞാൻ ഇതിൻ്റെ ഒറിജിനൽ ട്രാക്ക് കേൾപ്പിച്ചു തരാം കേട്ടോ. കാര്യം എനിക്ക് കോപ്പിറൈറ്റ് അടിക്കും, എന്നാലും ഞാൻ കാണിച്ചു തരാം.
ഇപ്പോൾ ഉള്ള എന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ അങ്ങ് ഉറഞ്ഞാട് കേട്ടാ. കാരണം വെച്ചാൽ ഞാൻ ആ ഒരു ട്രാക്കിലേക്ക് ഇറങ്ങി, ട്രാക്ക് പിടിച്ചു. അപ്പോൾ പിന്നെ നമുക്കുള്ളിൽ നമ്മളെ അങ്ങോട്ട് അഴിച്ചു വിടുകയാണല്ലോ, അഴിഞ്ഞാട്ടം. നമുക്ക് ചുറ്റുമുണ്ടല്ലോ ഇവർ ബൗൺസേഴ്സിനെ നിർത്തിയിട്ടുണ്ട്. അതായത് കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ അത്യാവശ്യം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ബൗൺസേഴ്സ് നിൽപ്പുണ്ട്. അവർ വേണ്ട നിർദ്ദേശങ്ങളും ഗൈഡൻസും ഇടയ്ക്കിടയ്ക്ക് തരുന്നുണ്ട്. അവർ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്. അവർ ഈ കലാപരിപാടിയിലൊന്നും പങ്കെടുക്കില്ല. അവർ മാറി നിന്നെല്ലാം നിരീക്ഷിച്ച് വേണ്ട ഹെൽപ്പും കാര്യങ്ങളൊക്കെ തരും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യണം ഞാൻ പറയണത്. അടുത്ത് തന്നെ ഞാൻ എൻ്റെ ഫാമിലി കൂട്ടി ദിവസം വരുന്നുണ്ട്. നമുക്കിതൊരു ഫാമിലി ഫംഗ്ഷനൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും സ്യൂട്ടബിളായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് ആ ഫാമിലി ഫംഗ്ഷൻ കവർ ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ അഭിപ്രായം. എസ്പെഷ്യലി ഇൻറ്റിമേറ്റ് വെഡിങ് ഒക്കെ നടത്താൻ പറ്റിയ ബെസ്റ്റ് ലൊക്കേഷൻ ആയിരിക്കും എനിക്ക് തോന്നണം കേട്ടോ. പിന്നെ ഞാൻ ഇവരോട് സംസാരിച്ച സമയത്ത് ഇവരെന്നോട് പറഞ്ഞ കാര്യമുണ്ട്. അതായത് ലാലേട്ടൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഒരു പ്രാവശ്യം ഈ ഒരു നെഫർട്ടിറ്റിയിൽ വെച്ച് നടത്തിയിട്ടുണ്ട്. അതായത് ലാലേട്ടൻ്റെ ക്ലോസ് സർക്കിൾസും നടന്ന അല്ലെങ്കിൽ യാത്ര ചെയ്ത അതേ ആഡംബര കപ്പലിൽ ഞാനും ഒരു ദിവസം യാത്ര ചെയ്തു. ഇവിടുത്തെ ഫുഡെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. കൊച്ചിയിലെ പ്രമുഖ കമ്പനിയായ നീള കാറ്റേഴ്സിൻ്റെ ഫുഡായിരുന്നു. ഈ 2700 കൊള്ളുന്നതാണ് ഫുഡ്. സോ അങ്ങനെ നീണ്ട 5-6 മണിക്കൂർ എങ്ങനെ പോയിന്ന് ഒരു പിടുത്തമില്ല. സമയം രാത്രി 10 മണിയായി. ഇന്നത്തെ ഈ യാത്ര ഇവിടെ അവസാനിച്ചു. ഒത്തിരി പുതിയ ആൾക്കാരെ പരിചയപ്പെട്ടു, പുതിയ ആൾക്കാരെ കണ്ടുമുട്ടി. അതിലൊക്കെ ഉപരി പുതിയതായിട്ടൊരു അനുഭവം കിട്ടി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഒരു ലൈക്കും ഒരു കമൻറ്റും കൂടി അടിക്കുക.